ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടൊക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇതിന് മുന്നേ കണ്ടു നടന്ന ഒരു ഫോട്ടോ ഓർമ്മ വന്നിട്ടുണ്ടാവും. നമ്മുടെ ഫോർഡൊക്കെ പോയി കുറച്ച് കാലം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഫോർഡ് പോകുന്നതിന് മുന്നേ തന്നെ ലീക്കായിരുന്നു, ഫോർഡും മഹീന്ദ്രയും കൂടെ ഇന്ത്യക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത എസ്യുവിയുടെ ഫ്രണ്ട് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. ഇൻ കേസ് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ അന്ന് വന്ന ആ ഒരു വാഹനത്തിൻ്റെ സ്പൈഡ് പിക്ക് ഇതായിരുന്നു. ഈ കവേർഡ് ചെറുതായിട്ട് കവർ ചെയ്തിരിക്കുന്ന, പക്ഷേ എന്നാൽ നമ്മളിപ്പോൾ ഈ റെൻഡറിൽ കാണുന്ന പോലെ തന്നെ ഫ്രണ്ടിൽ ഗ്രില്ലിൻ്റെ ഇപ്പുറത്തോട്ട് ചെറിയ ലൈറ്റിൻ്റെ എക്സ്റ്റൻഷനൊക്കെ ഉള്ള പോലത്തെ ഒരു സിമിലർ ആയിട്ടുള്ള വാഹനം. ഇത് ഏത് വണ്ടിയാണ് എന്ന് നമുക്ക് അപ്പം അറിയില്ലായിരുന്നു, കാരണം ഫോർഡ് ഇന്ത്യ വിട്ട് പോയി, അതുപോലെ മഹീന്ദ്ര ആയിട്ടുള്ള കൊളാബറേഷൻ അവർ അവസാനിപ്പിച്ചു. ആ ഒരു സംഭവമാണ് മെയിനായിട്ട് ഫോർഡ് ഇന്ത്യ വിട്ട് പോകാനുള്ള റീസൺ. പിന്നെ അവരുടെ സാധനത്തിലുള്ള പ്ലാന്റ് വളരെ അണ്ടർ യൂട്ടിലൈസേഷനിലിരുന്നതും ഒരു റീസൺ ആണ്. കാരണം ആ പ്ലാന്റിൽ 3 ലക്ഷം വണ്ടികൾ വരെ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അത് വേണമെങ്കിൽ 4.2 ലക്ഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇനീഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ. ഫോർഡായിട്ട് ചെയ്തില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം ടാറ്റ അക്വയർ ചെയ്ത സ്ഥിതിക്ക് അവർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, കാരണം ടാറ്റയ്ക്ക് അത്യാവശ്യം പ്രൊഡക്ഷൻ്റെ ആവശ്യം ഉണ്ട് ഇപ്പോൾ. പക്ഷേ ഈ 3 ലക്ഷം പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള പ്ലാന്റാണെങ്കിൽ പോലും ഫോർഡിന് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നിരുന്നത് 1 ലക്ഷത്തിനടുത്ത് വണ്ടികളാണ്. സോ ബാക്കി അത്രയും സ്പേസ് അവർ ഉപയോഗിക്കാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായും ഓപ്പറേഷൻ ലോസ് വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കാരണം അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഉണ്ടാക്കിയൊരു പ്ലാന്റിൽ അവർ അതിൻ്റെ 1/3 മാത്രമാണ് യൂട്ടിലൈസ് ചെയ്തിരുന്നത് എന്ന് പറയുമ്പം വളരെ മോശം അവസ്ഥയായിരുന്നല്ലോ. പിന്നെ മഹീന്ദ്ര ആയിട്ടുള്ള പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ, മഹീന്ദ്രയ്ക്ക് ഓൾറെഡി കൊളാബറേഷന് വലിയ താല്പര്യമില്ലായിരുന്നു. അവർക്ക് പിന്നെ ഇതിന് ലാഭമൊന്നും ഇല്ലയെന്ന് മനസ്സിലായതുകൊണ്ട് മഹീന്ദ്രയും ബാക്ക് ഓഫ് ചെയ്തു. അപ്പോൾ പിന്നെ ഫോർഡിന് ഇനി എന്തിറക്കും എന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു ആ സമയത്ത്. കാരണം അവർ മഹീന്ദ്ര ആയിട്ടുള്ള കൊളാബറേഷനിലാണ് വണ്ടി ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് മഹീന്ദ്രയുടെ എഞ്ചിൻസ് ഉപയോഗിക്കാം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് അവർ ബാക്ക് ഓഫ് ചെയ്ത സമയത്ത് അവർക്കിനി വണ്ടി ഇറക്കണമെങ്കിൽ ഫോർഡ് തന്നെ ഒരു വണ്ടി ഡെവലപ്പ് ചെയ്യണം. അതായത് ഗ്രൗണ്ട് സെപ്പ് എന്ന് തന്നെ ഡെവലപ്പ് ചെയ്യണം. വേറെ പുതിയ എഞ്ചിൻസ് ഇന്ത്യയിൽ ലോക്കലൈസ് ചെയ്യേണ്ടി വരും. അതുപോലെ ഇറക്കാൻ പോകുന്ന വണ്ടിക്ക് ഒരു പ്ലാറ്റ്ഫോം നോക്കണം. പിന്നെ അതിന് ഫീച്ചേഴ്സ് സാധനങ്ങളെല്ലാം നോക്കണം, വണ്ടി ടെസ്റ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ അതിന് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ വലുതായതുകൊണ്ടാണ് പിന്നെ ഒരു പുതിയ വണ്ടി ഇറക്കണ്ട എന്ന് തീരുമാനിച്ച് അവർ ഇന്ത്യ വിട്ടുപോയത്. അത് ഇവിടുത്തെ ഇന്ത്യൻ ഫോർഡിൻ്റെ തീരുമാനമല്ലായിരുന്നു, ടോപ്പ് മാനേജ്മെൻറ്റ് തീരുമാനമാണ് ഡെഫിനറ്റ്ലി. ഇപ്പം നമ്മൾ എന്തിനാണ് ഈ കഥയൊക്കെ പറയുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. സംഭവം വളരെ എളുപ്പമാണ്. ഫോർഡ് ഇക്കോസ്പോർട്ട് അവർ ഇൻ്റർനാഷണലി കഴിഞ്ഞ വർഷം നിർത്തിയായിരുന്നു. അത് അവരുടെ റൊമേനിയയിലുള്ള പ്ലാന്റിലാണ് ആ വാഹനം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇൻ്റർനാഷണലി തന്നെ അതിന് ഡിമാൻഡ് കുറച്ച് കുറവായതുകൊണ്ട്, മിഷൻ സ്റ്റാൻഡേർഡ്സ് മാറുന്നതുകൊണ്ട് പിന്നെ ഫോർഡിന് പെട്ടെന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല, അവരുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫിയസ്റ്റ തുടങ്ങിയ വാഹനങ്ങളും പിന്നെ ഇക്കോസ്പോർട്ട് അങ്ങനത്തെ വണ്ടികളൊക്കെ അവർ നിർത്തി. അതായത് കുറേ കാലമായിട്ട് ഒരു ബ്രാൻഡ് നെയിം കണ്ടിന്യൂ ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ ഫിയസ്റ്റ എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു ബ്രാൻഡ് നെയിം ആയിരുന്നു. അതൊക്കെ അവർ എന്തിനാണ് നിർത്തിയത് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ കുറേ വണ്ടികൾ നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഇക്കോസ്പോർട്ടും നിർത്തിയായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇവർക്ക് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഡിമാൻഡ് ഇൻ്റർനാഷണലി കുറഞ്ഞു വരുന്നത് കണ്ടിട്ട് കുറച്ച് പഴയ വണ്ടികൾ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്ലാനിലേക്കും ഇപ്പോൾ ഫോർഡ് എത്തിയിട്ടുണ്ട്. പിന്നെ അവർ ഫിയസ്റ്റ നിർത്താനുള്ള ഒരു റീസൺ കൂടുതലും ക്രോസ് ഓവേഴ്സും ഇലക്ട്രിക് വണ്ടികളിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു ഇതിലായിരുന്നു. ഇക്കോസ്പോർട്ട് പിന്നെ ഓൾറെഡി ഒരു ക്രോസ് ഓവർ ആയിരുന്നു, ഒരു ഇന്ത്യക്കാർക്ക് നമുക്ക് SUV ആയിരുന്നു, പക്ഷേ ഗ്ലോബലി അതൊരു ക്രോസ് ഓവർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫോർഡ് ഇപ്പം ഈ ഒരു വാഹനം തിരിച്ചു കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള കൺസിഡറേഷനിലാണ്. ആൻഡ് അതിൻ്റെ വർക്ക് തുടങ്ങി എന്നും പറയുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതിലേക്ക് ഞാൻ വരാം. എന്തായാലും യൂറോപ്യൻ മാർക്കറ്റ്സിന് വേണ്ടിയാണ് അവർ ഈ വാഹനം ടാർഗറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് പഴയ പോലെ സബ് 4 മീറ്റർ കാറ്റഗറിയിൽ നിൽക്കുന്നൊരു വണ്ടി ആയിരിക്കില്ല, അബവ് 4 മീറ്റർ കാറ്റഗറി ആയിരിക്കും. ഇൻ്റർനാഷണലി പിന്നെ ഈ സബ് 4 മീറ്റർ റൂൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അവർ 4 മീറ്ററിന് താഴെ ഇറക്കിയാലും 4 മീറ്ററിന് മുകളിലാക്കിയാലും അതിൽ കാര്യമായിട്ടുള്ള പ്രൈസിൻ്റെ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അതായത് ടാക്സ് അവർ ഇൻ്റർനാഷണലി പേ ചെയ്യേണ്ടതിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ലെങ്ത്ത് ഈ പറയുന്ന 4 മീറ്റേഴ്സിൽ നിന്ന് 4.2 to 4.3 മീറ്റേഴ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും എന്നും ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഇൻ്റർനാഷണലി വാഹനം കോമ്പീറ്റ് ചെയ്യുന്ന വണ്ടികൾ, ഇപ്പോൾ സിട്രോയിൻ്റെ C3 എയർക്രോസ് ഗ്ലോബലി വരുന്നതൊക്കെ നോക്കിയാലും അതിന് 4 മീറ്റേഴ്സിന് മുകളിൽ ലെങ്ത് ഉണ്ട്. പിന്നെ നമുക്ക് ഡസ്റ്റർ ഇന്ത്യയിൽ വന്നില്ല, ഇൻ്റർനാഷണലി വന്ന ഡസ്റ്ററിന് 4343 മില്ലിമീറ്റേഴ്സ് ലെങ്ത് ഉണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പം അവർ ഇക്കോസ്പോർട്ടും ഒരു കുറച്ചുകൂടെ പ്രീമിയം പൊസിഷനിൽ എത്തിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു കംപ്ലീറ്റ്ലി പുതിയ പ്ലാറ്റ്ഫോമിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന വാഹനമായിരിക്കും. ആൻഡ് ഒരു പുതിയ ജനറേഷൻ വണ്ടി തന്നെയായിരിക്കും നമുക്ക് എല്ലാ അർത്ഥത്തിലും പറയാം. പ്ലാറ്റ്ഫോം വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ വണ്ടിയുടെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ഡിസൈൻ എല്ലാം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യും പഴയ ജനറേഷൻ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഈ വണ്ടി ഇനി അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഫോർഡിൻ്റെ സ്പെയിനിലുള്ള പ്ലാന്റിലായിരിക്കും. എവിടെ തന്നെയായിരിക്കും ഈ വാഹനത്തിൻ്റെ മെയിൻ പ്രൊഡക്ഷൻ ഹബ് വരുന്നത്. എന്നിട്ടായിരിക്കും പുറത്തേക്ക് അവർ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇത് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ പോകുന്നത്. ഇൻ്റർനാഷണലി ഇവർക്ക് വരാൻ പോകുന്നത് ഇതിൻ്റെ ഇപ്പോൾ ഫോർഡിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള 1 ലിറ്റർ ഇക്കോ ബൂസ്റ്റ് മൈൽഡ് ഹൈബ്രിഡ് എഞ്ചിൻ ഉണ്ട്, അത് വരാനുള്ള പോസിബിലിറ്റി പറയുന്നുണ്ട്. പിന്നെ ഇതിനൊരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് വേർഷൻ വരാനുള്ള പോസിബിലിറ്റി പറയുന്നുണ്ട്. ഇലക്ട്രിക് വണ്ടിയുടെ പോസിബിലിറ്റി ഉണ്ട്, പക്ഷേ അതിപ്പം തൽക്കാലത്തേക്ക് ആരും കൺഫേമും ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞ ഫോർഡിന് ഓൾറെഡി ഉള്ളതായതുകൊണ്ട് കുഴപ്പമില്ല. ഇലക്ട്രിക് എന്തായാലും അവർ ഇറക്കുമായിരിക്കും, പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ലേറ്റർ സ്റ്റേജിലായിരിക്കും ഇതിൻ്റെ തന്നെ ഇലക്ട്രിക് വേർഷനൊക്കെ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്ത്യക്കാർക്ക് ഇതുകൊണ്ട് ഉള്ള എന്ത് ലാഭം എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഫോർഡ് ആസ് എ കമ്പനി ആദ്യം തന്നെ ഇന്ത്യയിലേക്ക്
തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അറിയണമല്ലോ. അത് നമുക്ക് ഏകദേശം ഇപ്പോൾ കൺഫേം ചെയ്യാം. ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് മീൻസ് ഇവിടെ വണ്ടികൾ ഇറക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല അവർ തിരിച്ചു വരുന്നത്. ഇന്ത്യ ഒരു പ്രൊഡക്ഷൻ ബേസ് ആയിട്ട് ഇറക്കുക എന്നുള്ളൊരു പരിപാടിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മുടെ ചെന്നൈയിൽ ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് അവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. തമിഴ്നാട് ഗവൺമെൻറ്റായിട്ട് ഒരു MOU അവർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർഡ് കുറച്ചു കാലം മുന്നേ. അപ്പോൾ എന്തായാലും നമുക്ക് ഫോർഡ് ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് അവരുടെ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇനിയിപ്പോൾ സംശയമൊന്നും വേണ്ട. മാനുഫാക്ചറിങ് പ്ലാന്റ് ആക്ച്വലി പുതിയതായിട്ട് സെറ്റപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് തമിഴ്നാട്ടിൽ തന്നെ ഒരു പ്ലാന്റ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതവർ കൊടുത്തിട്ടില്ലായിരുന്നു. സോ അവിടെ തന്നെ ആയിരിക്കും മിക്കവാറും ഇവരുടെ ബാക്കി വാഹനങ്ങൾ ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പ്രൊഡക്ഷൻ നടത്താൻ പോകുന്നത്. ആകെപ്പാടെ ഗുജറാത്തിൽ ഇവർക്ക് നഷ്ടത്തിലുണ്ടായിരുന്ന പ്ലാന്റ് മാത്രമാണ് ഫോർഡ് വിറ്റത്. അത് വിറ്റപ്പോൾ തന്നെ കമ്പനി ആക്ച്വലി പ്രോഫിറ്റിലായി ഇന്ത്യയിൽ. എന്തായാലും ഇതുകൊണ്ടൊക്കെ ഇന്ത്യയിൽ ഒരു മാനുഫാക്ചറിങ് ബേസ് സെറ്റപ്പ് ചെയ്യാനുള്ള പ്ലാൻ അവർ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് ഇക്കോസ്പോർട്ട് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത ആക്ച്വലി കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ റീസൺ അവർ ഇന്ത്യയിൽ ഇക്കോസ്പോർട്ട് 4 മീറ്റേഴ്സിന് മുകളിൽ ഇറക്കി കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം വണ്ടിയുടെ സെഗ്മെൻറ്റ് മാറിപ്പോയി. ക്രെറ്റയുടെയൊക്കെ ഒരു സെഗ്മെൻറ്റിലേക്ക്, അതായത് എബോവ് 4 മീറ്റർ കോമ്പാക്ട് SUVസിൻ്റെ കാറ്റഗറിയിലോട്ട് ഇപ്പോൾ ഇക്കോസ്പോർട്ട് ചാടും. അങ്ങനെ വരുമ്പം അവർക്ക് ടാക്സിൻ്റെ ബെനിഫിറ്റ് എല്ലാം പോകും. പിന്നെ ക്രെറ്റയുടെയൊക്കെ ഒരു സിമിലർ പ്രൈസ് പോയിന്റിലായിരിക്കും വണ്ടി വരാൻ പോകുന്നത്. പെട്ടെന്ന് നമ്മൾ ഇന്ത്യക്കാർ ഇതിന് മുന്നേ സബ് 4 മീറ്റർ ആയിരുന്നൊരു വണ്ടി ഈ ഒരു 10 to 11 lakhs സ്റ്റാർട്ടിംഗ് പ്രൈസിൽ ഇറങ്ങി മാക്സിമം 22-21 lakhs വരെ ഓൺറോഡ് പോകുന്നു എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വാങ്ങാനൊന്നും മടിക്കും. കാരണം സെഗ്മെൻറ്റ് മാറിയ കാര്യം ചിലപ്പോൾ മിക്ക ആൾക്കാരും ശ്രദ്ധിക്കില്ല. ആദ്യം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പ്രൈസും ഇപ്പോൾ വന്ന പ്രൈസും തമ്മിൽ കമ്പയർ ചെയ്തൊക്കെ ആയിരിക്കും നോക്കുന്നത്. അതൊരു റീസൺ. രണ്ടാമത്തെ റീസൺ, അവർ ഇന്ത്യക്ക് വേണ്ടി ഇനിയും പഴയ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലോക്കലൈസ് ചെയ്തിട്ടുള്ള വണ്ടികൾ ഇറക്കും എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഇൻ്റർനാഷണലി അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പ്ലാനുള്ള വണ്ടികൾ ചിലപ്പോൾ നമ്മുടെ എൻഡേവർ, അതായത് പുറത്ത് വരുന്ന എവറസ്റ്റ്, പിന്നെ റേഞ്ചർ, അതുപോലെ മസ്റ്റാങ് മാക്കിയൊക്കെ വേണമെങ്കിൽ അവർക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുണ്ട് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും അവരിവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ വണ്ടികളിൽ നമുക്കൊരു പക്ഷേ എവറസ്റ്റ് ഇന്ത്യയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ഫോർഡ് ആക്ച്വലി അടുത്ത വർഷം മുതൽ ഇന്ത്യയിൽ CBO ആയിട്ട് വണ്ടികൾ ഇനീഷ്യലി ഇറക്കിയിട്ട് ഇവിടെ അവരുടെ വാഹനങ്ങളുടെ പ്രൊഡക്ഷൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പം ഇവിടുത്തെ വണ്ടിയൊക്കെ തരാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെയുള്ള റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വലിയ വണ്ടികളാണ്. ചെറിയ വണ്ടികളൊന്നും അവരിവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ തന്നെ ഇനിയും ഇന്ത്യക്ക് വണ്ടി വിറ്റ് റിസ്ക് എടുക്കാൻ അവർ പ്ലാൻ ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി അങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ടാണ് ഇത്രയും വലിയ പണി കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഫോർഡിന് ഇങ്ങനെ ഒരു വലിയ പണി കിട്ടാനുള്ള റീസൺ നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ഫിഗോയുടെ പ്ലാറ്റ്ഫോമിലുള്ള പ്രോഡക്ട്സ് ആണ്. അതായത് ഫിഗോ ഉണ്ടായിരുന്നു, ആസ്പയർ ഉണ്ടായിരുന്നു, ഫ്രീ സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഈ വണ്ടികൾക്ക് വേണ്ടിയാണ് മെയിനായിട്ട് അവർ നമ്മുടെ ഗുജറാത്ത് സാധനത്തിലുള്ള പുതിയ പ്ലാന്റ് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ഈ വണ്ടികളൊന്നും അവർ വിചാരിച്ച അത്രയും സക്സസ്സും ആയില്ല. പിന്നെ ഇക്കോസ്പോർട്ട് ആയിരുന്നു അവരുടെ ആ സമയത്ത് മെയിൻ അന്നം. അത് അവർ ചെന്നൈയിലെ പ്ലാന്റിലാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിലും അവർക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് പ്ലാന്റിന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു ഇവരുടെ മെയിൻ പ്രശ്നങ്ങൾ. ഇതൊക്കെ ആ ഒരു പ്രൊജക്റ്റിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നുകൊണ്ടും അത് ഭയങ്കര വലിയ സക്സസ് അല്ലാതെ പോയതുകൊണ്ടും അവർക്ക് പിന്നെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിയായി. ഇങ്ങനെയൊക്കെയാണ് ഫോർഡിൻ്റെ ഒരു അവസ്ഥ കിടക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം അടുത്ത വർഷം ഇനിയിപ്പോൾ ഇവർ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ വണ്ടികൾ നിങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും ഫോർഡിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.